പൊന്നു സാറേ, വീടിന്റെ പെയിന്റെടുക്ക് കഴിഞ്ഞ് കിടക്കുന്നേ. 100 ആള് വന്ന് കാണുകയും ചെയ്തു. ഇത് തന്നെയല്ലോ കഴിഞ്ഞ മാസം പറഞ്ഞത്. കഴിഞ്ഞ മാസത്തെ കാര്യമൊക്കെ കഴിഞ്ഞല്ലേ സാറേ? അതന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണോ? ഈ ആഴ്ച കൂടി ശരിയായില്ലെങ്കിലേ എന്തിനൊരാഴ്ച? ദിപ്പൊരു പാർട്ടി കാണാൻ വരുന്നുണ്ടെന്നേ. അയ്യോ സാറേ, ക്ലയന്റ് വിളിക്കുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്യണേ. ആ അതന്നെ സാർ ഇവിടെ ഒരു പോസ്റ്റ് കാണുന്നുണ്ടാ? ആ പോസ്റ്റർ അടിക്കുന്ന പോത്ത് പോലത്തെ ഒരാളെ കാണുന്നുണ്ടാ? അതന്നെ ഞാൻ എവിടെ? ഇവിടെ വീടെവിടെ? പിന്നെ വീട് ഞാൻ പോക്കറ്റ് ഇട്ടുകൊണ്ട് എടുക്കാണല്ലോ, ചോദിക്കുമ്പോൾ അങ്ങോട്ട് എടുത്ത് തരാനായിട്ട്. സാറേ, വീട് ഇവിടെ ഒരു 100 മീറ്റർ അപ്പുറത്താന്നേ. മൈദ വാ സാറേ, വാ, ഇവിടെ അടുത്ത് തന്നെയാ. വാ സാറേ, വാ. അയ്യോ എൻ്റെ പൊന്ന് സാറേ, വീടെന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, ഫ്രിഡ്ജ് പോലെയാ, ഫ്രിഡ്ജ്. പുറത്ത് കത്തിക്കാളുടെ വെയിലാണെങ്കിലും അകത്ത് നല്ല കൂളാ. ഏതാണ്ട് സാറിനെ പോലെയൊക്കെ തന്നെ. ഇനി വലിപ്പം അടുക്കളയിൽ പറഞ്ഞാലുണ്ടല്ലോ പുറത്തേക്ക് കേൾക്കില്ല, പുറത്ത് പറയുന്നത് അടുക്കളയിലേക്ക് കേൾക്കില്ല. സാറ് കല്യാണം കഴിച്ചാണോ? അതിന്റെ ഗുണം സാറിന് മനസ്സിലാവും. ഒരു 100 രൂപ ശരി കേട്ടോ. അല്ല സാർ, അപ്പം ഇന്ന് തന്നെ മാറണോ? കാടൊക്കെ വെട്ടി പെയിന്റ് ഒക്കെ അടിപ്പിക്കലോ, വെറുതെ മനുഷ്യന്റെ ബസ് വെച്ച് കളയാൻ വേണ്ടിട്ട്. മനുഷ്യൻ I am a poker, you are a doctor, we feeling love, la 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 la. സാറേ, ബാബു ബ്രോക്കർ. ഞാൻ പോക്കർ. എന്താ? പെയിന്റ് അടിക്കാൻ. താനാ വെയില് കാണില്ലേ? തനിക്ക് എങ്ങനെ ഈ വെയിലത്ത് പണിയെടുക്കാൻ പറയാൻ തോന്നണേ? UV അടിച്ചെൻ്റെ BV പോലും എന്നെ കണ്ടാ തിരിച്ചറിയില്ല. വെയിലാ? അയ്യോ, ഇവിടെ മൊത്തം പന്തലിട്ട പോലെ തണലല്ലേ. ഞാൻ അയച്ച ആ പേപ്പർ ഒന്ന് താൻ സൈൻ ചെയ്തിട്ട് തിരിച്ചയക്ക്. ഓ ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും. ഞാൻ നോക്കാം. പണിയെടുക്കാൻ പറയണത്ര, പണിയെടുക്കാൻ. ഇങ്ങനെ 2 സ്റ്റെപ്പ് ഇട്ടണ്ടല്ലോ, യൂട്യൂബ് എനിക്ക് മാസം ലക്ഷങ്ങൾ തരും. അപ്പോഴാ അവൻ്റെ ഒരു പണിക്ക് നോക്ക്. പെയിന്റ് എവിടെ? പെയിന്റ് അയ്യോ, ഞാൻ വാങ്ങിച്ചോട്ടെ. 1 2 ഒരു 6 ലിറ്ററെങ്കിലും വേണ്ടി വരും. 6 ലിറ്ററാ? ഒരു 1/2 ലിറ്റർ വേണമെങ്കിൽ ഞാൻ സെറ്റാക്കാം. പെയിന്റ് ആണോ? പെയിന്റ് ആണല്ലേ? കൈ സഹായത്തിന് ഒരാളോ? ഈ കൈക്കല്ലേ? അത് ഞാൻ മതി. ഇത് പെയിന്റ്. ഇത് ബ്രഷ്. ആയിക്കോട്ടെ. ഇതിലിങ്ങനെ മുക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കുക. എവിടെ? ചെമ്മരുമേ. ഞാനാ? പിന്നെ ഞാനാ? ഇതാ പിടിക്ക്. Hi guys, today work Pumala rubbing wall. സാറ് കൈ സഹായത്തിനെന്ന് പറഞ്ഞിട്ട് താൻ എന്തുകൊണ്ട് അടിക്കണേ? കൈ കൊണ്ടല്ലേ, അല്ലാണ്ട് കാലുകൊണ്ടല്ലോ. ഇതിന് തന്നെയാണ് കൈ സഹായം എന്ന് പറയുന്നത്. ഷൂട്ട്. എടോ, പ്ലസ്. പ്ലസ്.
എടോ പ്ലസ്. ആ പ്ലസ് 1 2 3. ഇതത് സെമിത്തേരി അത്. ഇന്നത്തെ പണി കഴിഞ്ഞു, നാളെ കോണൊത്തുക്കുന്നു. ഇന്നത്തെ പണി കഴിഞ്ഞു, നാളെ കോണൊത്തുക്കുന്നു. ഇതിപ്പോ 1000 ഉള്ളോ? അല്ല 1000 പോരെ? 1000 ഒന്നും പറ്റില്ല. 1500 എന്റെ മിനിമം കൂലി. അയ്യോ ചേട്ടാ, ബംഗാളികൾക്ക് ഒരു 1000 രൂപയുള്ളൂ. താൻ എന്നെ ബംഗാളിയാക്കണ? അല്ല ചേട്ടനെ പിന്നെ താൻ എന്തുട്ടാ പറഞ്ഞത്? ഞാനത് ഉദ്ദേശിച്ചില്ല. താൻ അതെന്നെയാണ് ഉദ്ദേശിച്ചില്ല. തന്നെ ഞാനുണ്ടല്ലോ ഫോളോവേഴ്സ് പറഞ്ഞോണ്ടല്ലോ ഇവരൊക്കെ എല്ലാവരും കൂടിയിട്ട്. മഞ്ഞുമലില്ലേ, മഞ്ഞുമല് ഭയങ്കര ഹിറ്റായി തമിഴ്നാട്ടിലൊക്കെ. നമ്മൾ തമിഴ്നാട്ടിൽ എല്ലാവരും ഗിഫ്റ്റാണോ? ഭയങ്കര പിള്ളേർ ഫുൾ ഫോട്ടോ ഇട്ടേക്കണേക്കണം. അപ്പോൾ ഫുൾ കൊടൈക്കനാലത്തെ ഫോട്ടോസോ? ഫുൾ അവിടുത്തെ ആക്ടേഴ്സ് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരിക്കുന്നു. അമ്മ അതൊക്കെ മുമ്പ് പോയതല്ല, ഇതൊക്കെ എന്ത് ഭയങ്കര ഹിറ്റായിരിക്കണം അവിടെയൊക്കെ. എന്താ പിള്ളേരെ എന്നൊന്നും സഹായിക്കറ. ഇവിടെ വെറുതെ ഇരിക്കണ നേരം പോസ്റ്റർ ഒന്ന് ഒട്ടിക്കാനായിട്ട് ജ്യൂസ് മേടിച്ചാലടാ. എന്താണ് ചേട്ടാ, കാലമൊക്കെ മാറുക. നിങ്ങൾ ഈ പോസ്റ്റർ കൂടി നാട് പോലും നശിപ്പിക്കും. എന്താണ് കഷ്ടം തന്നെ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? എടാ പോണോ നമ്മ? എൻ്റെ പേരെന്തായിരുന്നു? ബാബു. ബാബു ഒന്നും ഇതിൽ കിട്ടില്ല. ബ്രോക്കർ ബാബു. ബ്രോക്കർ ബാബു. ചേട്ടാ നീ അതിൻ്റെ കൂടെ ഒരു ബല്ലേ ബല്ലെന്നും കൊണ്ട് എടുത്തേക്ക്, ചിലപ്പോൾ കിട്ടും. നോക്കും. അല്ലേ എടാ ചിരിച്ചേ. ഓക്കെ സെറ്റ്. അത് ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇതിന് എന്തൊക്കെ ചെയ്യാണ്ട്? ആകാശത്ത് പെയിന്റ് അടിച്ചു കൊടുക്കുക. ചേട്ടാ പൊട്ടിയ പടക്കം ഒട്ടിച്ചു കൊടുക്കുക. ചീങ്കണ്ണിയെ നീന്തൽ പഠിപ്പിക്കുന്നു. പല സ്ഥലത്ത് പോയിട്ട് ചേട്ടന്റെ പരസ്യം ചെയ്യാ. ബിസിനസ് ആണ് കൂടും. അത് ഗംഭീരമല്ലോ. പിന്നെ മെയിൻ കാര്യം, നെഗറ്റീവ് കമൻറ്റ് പലതും വരും, ശ്രദ്ധിക്കരുത്. അവരെല്ലാം ഹേറ്റേഴ്സാണ്. നിങ്ങൾ മാസാണ്, പൊളിയാണ്, വേറെ ലെവലാണ്. ഓക്കെ. അടിപൊളി വീടാണ്, പെയിന്റ് അടിച്ച വീടാണ്, വാടകയോ തുച്ഛമായ 10,000 രൂപ മാത്രം. ശരിയുണ്ടേ? അടിപൊളിയല്ലേ? നോക്കടാ, ജ്യൂസ് നമുക്ക് കിട്ടിയില്ല, പക്ഷേ ജ്യൂസ് കുറേ കിട്ടും. മേഴ്സി പൊളി പൊളി. ആ ലോക്കറിലിരുന്ന സ്വർണ്ണം എടുത്ത് കുറുമ്പൂർ ഫിൻകോർപ്പിൽ വെച്ചിരുന്നെങ്കിൽ വീട് ഇപ്പോൾ ഒന്ന് സ്വന്തമാക്കായിരുന്നു. ആ ഹലോ, ആരാ? ഐ എം ബ്രോക്കർ. അപ്പോൾ പിന്നെ ഞാനാരാ? ഞാൻ തങ്ങളുടെ റീൽസ് കൊണ്ട് വന്നതാ. അതെ, ഒരു കാട്ടിൽ ഒരു ബ്രോക്കർ മതി. പോക്കറ്റിൽ കുറച്ച് കാശ് വീഴുന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് 2 ബ്രോക്കർമാർ വരെ ആവാം. പിന്നെ ആളെ കണ്ടോ? കണ്ടു. ഏത് അന്തൻ? വലിയ കോടീശ്വരനാ. അതെയോ? ആ, എൻ്റെ റീൽസ് കണ്ടപ്പോഴേ ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടു വന്നതാ. അതെയാ? വിളിക്കും. സാറേ സാറേ ഇവിടെ ഞാൻ ഇവിടുത്തെ കേട്ടേക്കർ. 1.5 കോടിന്റെ അപ്പുറത്തേക്ക് അത് നടക്കില്ല കേട്ടാ. താനോട് വന്നേ? ഞാൻ പറഞ്ഞില്ലേ വലിയ കോടീശ്വരനാ. അപ്പം എങ്ങനെയാ കാര്യങ്ങൾ? അപ്പോൾ 50-50 അത് നടക്കില്ല. ഞാനല്ല മെയിൻ ബ്രോക്കർ. ഞാനല്ല ആളെ കൊണ്ടുവന്നേ. എൻ്റെ കസ്റ്റഡിയിലല്ല വീട് നിൽക്കുന്നത്. അങ്ങനെ കാര്യം ചെയ്യും. ഞാൻ പറയാം. 70-30. ഇപ്പോൾ 40% എനിക്ക് അധികമോ? അന്നൊരു കാര്യം ചെയ്തോ, അതിൻ്റെ പകുതിയും കൂടി താനെടുത്തോ. 50-50 നടക്കില്ല. എന്താ? ഇതൊക്കെ എൻ്റെ ബന്ധുക്കളാ. ഞാൻ വീട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. സാർ എങ്ങനെയാ വന്നേ? ബിസിനി ഒരു 100 മിനിറ്റ് ആവോ? 100? ആ കൈ എന്നിട്ടേ തിരിച്ചു പോകുമ്പോൾ അതെല്ലാം പോയിക്കോ. ഓ ഓടെ മമ്മൂട്ടിയാന്ന് പറഞ്ഞിട്ട് വാ, ഇനി നമുക്ക് ബിസിനസ് സംസാരിക്കാം. വാ സാർ. എങ്ങനെ സാറേ കാര്യങ്ങളൊക്കെ? 25-ന് ശേഷം. ഓ, ടോക്കണായിട്ട് എന്തെങ്കിലും? 25-ന് ശേഷം. സാർ ഒരു 1000 രൂപയെങ്കിലും. 25-ന് ശേഷം. അതെന്താ, രാഹുകാലം അങ്ങനാണോ? അല്ല, പിന്നെന്താ? റിസൾട്ട്. അത് മോളുടെ
മോളുടെ അല്ല. അതെ, ഒരു കാർഡിൽ ഒരു ബ്രോക്കർ മതി. സാറേ, ബസ് കിട്ടിയായിരുന്നോ? ഓ